പണ്ട് കാലത്ത് വീട്ടിൽ സഹായത്തിനായി പെണ്ണുങ്ങളെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മനക്കൽ തറവാട്ടിലേക്ക് 19 വയസ്സുള്ള തങ്കമ്മൂവിനെ കൊണ്ടുവരുന്നത്. ഒത്ത ശരീരം എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ശരീരം. ഒരു ദിവസം പാതിരാത്രി ആ മനയിൽ നിന്നും ഒരലർച്ച കേട്ടു. കഴുത്തിൽ ചെങ്ങല കുരുങ്ങിയ പോലെയുള്ള ശ്വാസം മുട്ടിയുള്ള കരച്ചിലാണ് കേട്ടത്. ഇല്ലത്തെ മുതിർന്ന സ്ത്രീ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒപ്പം ആളെയും കൂട്ടിയാണ് പോയത്. കോവണി കയറി മുകളിലെത്തിയ അവർ കണ്ടത് കണ്ണു തള്ളി നിലത്ത് കിടന്ന് ശ്വാസം കിട്ടാതെ പിടയുന്ന തങ്കമോനെയാണ്. കൂടെയുള്ള ആള് പറഞ്ഞു, ഇത് അപസ്മാരം തന്നെ ഏട്ടത്തി, അതിന് ദണ്ഡമിളകിയിരിക്കുകയാണ്, അതിനടുത്തേക്ക് പോകണ്ട, തൊടണ്ട. അപ്പോൾ ഇല്ലത്തെ അന്തർജനം, നീ പോയി വൈദ്യരെ കൂട്ടിവാ എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞയച്ചു. വേണമെങ്കിൽ രണ്ടാൾക്കാരെയും സഹായത്തിന് വിളിച്ചോളൂ. അയാള് വൈദ്യരെ കൂട്ടാനായി പോയി. പിന്നീട് മുകളിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതെയായി. വൈദ്യർ വന്ന് സ്ത്രീയെ നോക്കി പറഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല, ആള് കഴിഞ്ഞു, ആരെയെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളൂ. ഇത്ര പറഞ്ഞ് വൈദ്യർ പോയി. ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവളുടെ രണ്ടാനച്ഛനെ കൂട്ടി ആൾക്കാർ പുലർച്ചെ 3-ന് ഇല്ലത്തെത്തി. പക്ഷേ ആ രണ്ടാനച്ഛൻ്റെ മുഖത്ത് വലിയ ഭാവഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിയുടെ കഥ പെണ്ണുങ്ങൾ പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. ആ രണ്ടാനച്ഛൻ ഒരു ക്രൂരനായിരുന്നത്രേ, നല്ലോണം ഉപദ്രവിക്കുമായിരുന്നു. പോലീസ് എത്തി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. പിറ്റേന്ന് രാത്രി ജനാലയടയ്ക്കാൻ ചെന്ന അന്തർജനം പെട്ടെന്നൊരാൾ മുന്നിലൂടെ ഓടി മറയുന്നത് കണ്ടു. അവർ ജനാല വലിച്ചടച്ചു. പിന്നെ അകത്ത് ചെന്ന് എല്ലാവരോടും പറഞ്ഞു. പക്ഷേ അവിടമെല്ലാം പരിശോധിച്ചെങ്കിലും യാതൊന്നും കണ്ടെത്താനായില്ല. പിറ്റേന്നും ഇതേപോലെ രാത്രി ജനാലയടയ്ക്കാൻ പോയെങ്കിലും പെട്ടെന്ന് കയ്യിലാരോ കയറി പിടിച്ചു.